ഒരു സന്ദേശം കൊടുക്കുന്നില്ല. അവർക്ക് വല്ലതും കിട്ടിയ ഭാഗ്യം. നമസ്കാരം. നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് നല്ല നല്ല കഥകൾ സമ്മാനിച്ച നമ്മുടെ രഘുനാഥ് പലേരി സാറാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. സാർ, ഒരുപാട് സന്തോഷം. ഒരു കട്ടിൽ ഒരു മുറി എന്ന സിനിമ ഇപ്പൊ റിലീസായിട്ടുണ്ട്. അത് പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ എന്താണ് അനുഭവം, എന്താണ് ഫീൽ ചെയ്തത്? ഒരുപാട് സന്തോഷം. അത്രേ ഉള്ളൂ. ഇനി ഇത് റിലീസ് എന്ന് പറയാൻ പറ്റില്ല. മറ്റന്നാളാണ് ശരിക്കും തിയേറ്റർ റിലീസ്. ആൾക്കാർ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, സന്തോഷമാകും വിചാരിക്കുന്നു. ഈ സിനിമ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഈ ഒരു സിനിമ കൊണ്ട് എന്ത് സന്ദേശമാണ് സാർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരു സന്ദേശം കൊടുക്കുന്നില്ല. അവർക്ക് വല്ലതും കിട്ടിയ ഭാഗ്യം. അത് അവരുടെ കഴിവ് പോലെ ഇരിക്കും. ഞാനായിട്ട് ഒരു സന്ദേശം കൊടുക്കുന്നില്ല. എൻ്റെ മനസ്സിൽ വന്നൊരു കഥ ഞാൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഷാനവാസ് ഡയറക്റ്റ് ചെയ്തു. സിനിമയിലൂടെ സന്ദേശമൊന്നും കൊടുക്കാൻ പറ്റില്ല, ഒരിക്കലും ആർക്കും കൊടുക്കാൻ പറ്റില്ല. സന്ദേശമൊക്കെ അവർ ജീവിതത്തിൽ ഉണ്ടാക്കിക്കോളും. അവർക്കൊരു അവർ ആസ്വദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സന്ദേശമൊന്നുമില്ല. ചോദിച്ചതാണ്. അപ്പൊ പ്രേക്ഷകർ ആസ്വദിച്ചെന്ന് തോന്നുന്നുണ്ടോ? കണ്ടിട്ട് നമ്മൾ കൂടെ ഇരുന്ന് കണ്ടപ്പോ ആസ്വദിച്ചു എന്നുള്ളത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്. എല്ലാവരുടെ റിവ്യൂസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും എന്താ പറഞ്ഞത് സാറിന്? ആക്ച്വലി റിവ്യൂസ് അല്ല, അവരുടെ ഫീലിംഗും എന്നോട് പറഞ്ഞത്. അത് അല്ലാതെ റിവ്യൂ ഒന്നായിട്ടൊന്നും ആരും സംസാരിക്കും. ഞാൻ ചോദിച്ചാൽ അവരുടെ ഫീൽ എന്തായിരുന്നു കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ? അവര് സന്തോഷമായി. അവർക്കത് അതിലൊരു സസ്പെൻസ് ഉണ്ട്. അതൊക്കെ അവർക്ക് ലാസ്റ്റ് മൊമെന്റ് വരെ കിട്ടിയെന്ന് അവർ പറഞ്ഞു. ഈ ഒരു കഥ എഴുതാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഇങ്ങനൊരു കഥ ഒരു കഥയ്ക്ക് എഴുതുന്നതിനൊരു സാഹചര്യം ഇല്ല സത്യത്തിൽ. അത് മനസ്സിൽ വരുന്നത് എഴുതിയത് മാത്രമേ. അല്ല, പൂർണിമ ചേച്ചി നല്ലൊരു ക്യാരക്ടറാണ് അത് ചെയ്തേക്കുന്നത്. ആ ഒരു കഥാപാത്രം ശരിക്കും റിലേറ്റബിൾ ആയിട്ട് തോന്നി. അപ്പം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ലാസ്റ്റ് അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പം എനിക്ക് തോന്നി ഇതാണ്. അപ്പൊ അത് ശരിക്കും റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടാണോ സാർ അത് ആ കഥാപാത്രത്തിനെ ഉണ്ടാക്കിയത്? അങ്ങനെയൊന്നുമില്ല. നമ്മളീ പടം ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴേ പൂർണിമയോ ആരും എൻ്റെ മനസ്സിലില്ലല്ലോ. അവര് പിന്നെ വരുന്നതല്ലേ. എന്താ പറയാ, അവരും ഭംഗിയായിട്ട് ചെയ്തു. ഭംഗിയായിട്ട് അവർക്ക് ഇനിയിപ്പോൾ അവരെ മാറ്റിക്കൊണ്ട് എനിക്കൊരു ആർട്ടിസ്റ്റ് എൻ്റെ മനസ്സിലില്ല. സോ ഷീ റീച്ച്. അവരതിൻ്റെ മാക്സിമം ആ ക്യാരക്ടർ എനിക്ക് തന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്കിങ്ങനെ സാറിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം തോന്നി.